നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ കീഴിൽ വായനശാല ലൈബ്രറിയന്മാർക്കുള്ള ഏകദിന പരിശീലന ക്ലാസ് കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അമ്മയ്ക്കൊരു മരം പദ്ധതിയുടെ പുതുക്കാട് മണ്ഡലം തല ഉദ്ഘാടനം നടത്തി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേള നടത്തി. വാർത്തകൾ വിശദമായി. കൊടകര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ബാങ്കിൽ നടത്തിയ വാർഷികാഘോഷം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. KM ശിവരാമൻ റിപ്പോർട്ട് അവതരണം നടത്തി. ബാങ്കിന്റെ ബോർഡ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, മറ്റു ബോർഡ് അംഗങ്ങൾ, മുൻകാല ബോർഡ് അംഗങ്ങൾ, സഹകാരികൾ, മുൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റണി വെട്ടത്തുപറമ്പിൽ, CPIM ലോക്കൽ സെക്രട്ടറി ഗിരീശൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ കൃഷ്ണൻകുട്ടി നായർ, AC വേലായുധൻ, KK നാരായണൻ, മുൻ ബോർഡ് അംഗങ്ങളായ MK ഷൈൻ, ടെസി ഫ്രാൻസിസ്, K പ്രസാദ്, MK വിജയൻ, മുൻ ജീവനക്കാരായ M ഉണ്ണികൃഷ്ണൻ, T മോഹനൻ, ബാങ്ക് ജീവനക്കാരായ KR അനിൽ, VG മഹേഷ്, ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ VD ബിജു തുടങ്ങിയവർ സംസാരിച്ചു. എന്ന് പറയുമ്പോൾ 2024 തൊട്ട് ബാക്കിലേക്ക് അങ്ങനെ പോകുമ്പോൾ നിരവധി ആളുകളുടെ പ്രയത്നം കൊണ്ടാണ് നമ്മളുടെ ഈ സ്ഥാപനം ഉയർന്നു വന്നത് നമുക്ക് പഠിക്കാൻ കഴിയും. ഇപ്പൊ കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം വന്നത്, വിദ്യാഭ്യാസ ബില്ല് വന്നത്, അതുപോലെ സഹകരണ പ്രസ്ഥാനം വന്നതൊക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോഴാണ് നമുക്കൊക്കെ ഓരോ തുണ്ട് ഭൂമിയൊക്കെ ലഭിച്ച് ഒരു ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ബാങ്ക് ആരുടെ ബാങ്കാണ് എന്നാണ് ചോദിക്കേണ്ടത്. ഇപ്പോഴത്തെ ഈ സഹകരണ മേഖലയുടെ ഒരു പ്രതിസന്ധിയും ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ കീഴിൽ വായനശാല ലൈബ്രറിയന്മാർക്കുള്ള ഏകദിന പരിശീലന ക്ലാസ് കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് I ബാലഗോപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന സമിതി അംഗം UK പ്രഭാകരൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഹാരി ഫാബി ടീച്ചർ, ജില്ലാ കൌൺസിൽ അംഗം KN ഭരതൻ, താലൂക്ക് കൌൺസിൽ വൈസ് പ്രസിഡന്റ് MK ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഉണ്ണി പിക്കാസോ, KN സുരേഷ് കുമാർ എന്നിവർ ലൈബ്രറിയന്മാർക്കുള്ള ക്ലാസ് നയിച്ചു. പരിശീലന പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി CD പോൾസൺ സ്വാഗതവും കൊടകര പഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ നന്ദിയും അറിയിച്ചു. പുസ്തകം, സ്റ്റോക്ക്, അംഗത്വ രജിസ്റ്റർ മാനേജ്മെന്റ്, ഡാറ്റ എൻട്രി എന്നിവയെ പറ്റി ക്ലാസ് എടുക്കുന്ന ശ്രീ സുരേഷ്, ഗ്രഡേഷനെ കുറിച്ച് സംസാരിക്കാനെത്തിയിട്ടുള്ള ശ്രീ ടോജോ സെബാസ്റ്റ്യൻ, ആധുനികവൽക്കരണ വിഷയം കൈകാര്യം ചെയ്യുന്ന ശ്രീ മുഖത്തോട് തിരിച്ചിരിക്കുമ്പോഴോടെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് വളരെ താല്പര്യം ഉണ്ടാകുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യം വെച്ച് BKMU വരന്തരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിപുലത്ത് കപ്പകൃഷി ആരംഭിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് MA ജോയ് ഉദ്ഘാടനം ചെയ്തു. BKMU മണ്ഡലം വൈസ് പ്രസിഡന്റ് NK സുബ്രൻ അധ്യക്ഷനായിരുന്നു. CPI മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, CPI ലോക്കൽ സെക്രട്ടറി NJ ബിനോയ്, BKMU ലോക്കൽ സെക്രട്ടറി ബൈജു പൂങ്കാവനം, പ്രസിഡന്റ് MC പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. CL ജോസ്, EK രവി, കുഞ്ഞിപ്പാലു ML, PO ജോണി, NA പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. എന്തായാലും BKMU എന്ന് പറയുന്ന സംഘടന ഈ നമ്മുടെ സംസ്ഥാനത്തിന് നൽകുന്ന വലിയ ഒരു സന്ദേശമാണിത്. എല്ലാ പ്രദേശത്തും സംസ്ഥാന വ്യാപകമായി തന്നെ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് മനസ്സിലാക്കുന്നത്.
ദേശീയപാത കൊടകരയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 6:30യോടെ കൊടകര മേൽപ്പാലത്തിനു സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് കാറിനെ മറികടക്കുന്നതിനിടയിൽ കാറിൽ തട്ടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചുകയറി. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേള നടത്തി. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 1ാം പാഠത്തിന്റെ പ്രവർത്തന ഭാഗമായിട്ടാണ് ഭക്ഷ്യമേള ഒരുക്കിയത്. പ്രധാന അധ്യാപകൻ T. അനിൽകുമാർ, അധ്യാപകരായ B. ബിജു, TS ഷൈനുമോൾ, മിനി ആന്റണി എന്നിവർ നേതൃത്വം നൽകി. BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അമ്മയ്ക്കൊരു മരം പദ്ധതിയുടെ പുതുക്കാട് മണ്ഡലം തല ഉദ്ഘാടനം BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, പ്രചോദി നികേതൻ കോളേജ് ഫൌണ്ടർ ഫാദർ ഡോക്ടർ ഹർഷജൻ പഴയാറ്റിലിന് ചന്ദന മരത്തൈ നൽകി ഉദ്ഘാടനം ചെയ്തു. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ജില്ലാ സെക്രട്ടറി NR റോഷൻ, വിജു തച്ചുംകുളം, CK കൃഷ്ണകുമാർ, ജോയ് മഞ്ഞളി, രജത് നാരായണൻ, രാഹുൽ K എന്നിവർ സംസാരിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലം പരിധിയിൽ 1000 വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ അറിയിച്ചു. മാള പൊയ്യയിൽ തോട്ടിൽ കുളിക്കാൻ പോയ യുവാവ് മുങ്ങിമരിച്ചു. മാള പൊയ്യ സ്വദേശി കാട്ടുപറമ്പിൽ 32 വയസ്സുള്ള സുബീഷാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. കൃഷ്ണൻകോട്ട അഡാക് ഫിഷ് ഫാമിന് സമീപത്തുള്ള തോട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടയിൽ JCB കൊണ്ട് കുഴിയെടുത്ത സ്ഥലത്ത് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അബോധാവസ്ഥയിലായ സുബീഷിനെ സുഹൃത്തുക്കൾ കൊടുങ്ങല്ലൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി TK വാസു ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ ലോഗോ ഏറ്റുവാങ്ങി. കോടാലി സ്വദേശി A വൈശാഖാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ, സംഘാടക സമിതി കൺവീനർ KJ ഡിക്സൺ, EK അനൂപ്, PK കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6635 രൂപ, പവന് 53,080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഫാർമർ സർവീസ് സഹകരണ ബാങ്കിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ കീഴിൽ വായനശാല ലൈബ്രറിയന്മാർക്കുള്ള ഏകദിന പരിശീലന ക്ലാസ് കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അമ്മയ്ക്കൊരു മരം പദ്ധതിയുടെ പുതുക്കാട് മണ്ഡലം തല ഉദ്ഘാടനം നടത്തി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേള നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.